ശ്രീകൃഷ്ണൻ ജനിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കൃഷ്ണനോട് വല്ലാത്തൊരു ഇഷ്ടമുള്ളൊരു കുട്ടി വരുന്നു. ആ കുട്ടി ഗുരുവായൂർ അമ്പലത്തിൽ കളിച്ച് എല്ലാവരും ഭയങ്കര കളിച്ച് അവസാനം അമ്പലം അടച്ച് എല്ലാവരും പോയി, കുട്ടി അകത്ത് വിട്ടുപോയി. അങ്ങനെ രാത്രി ഈ കുട്ടിയുടെ കൂടെ കണ്ണൻ വന്ന് കളിക്കുന്നു. കുട്ടി സ്ഥിരം കണ്ണനായിട്ട് കളിക്കുന്നതിന് കണ്ണനെ കാണാറുണ്ട്. അങ്ങനെ കണ്ണൻ്റെ മടിയിൽ കിടക്കുന്നു. അപ്പോൾ കണ്ണൻ്റെ കഴുത്തിലിട്ടുള്ള മാല ഈ കുട്ടിയുടെ മുഖത്ത് കൊള്ളുന്നു. അപ്പോൾ അതിന് ഉമ്മ വയ്ക്കുന്നു. അപ്പോൾ കണ്ണൻ വല്ലാത്ത ഇഷ്ടത്തിൽ ആ മാല ഊരി കൊടുക്കുന്നു. അരഞ്ഞാണാണ് ഊരി കൊടുത്തതെന്നും കഥകളുണ്ട്. എന്താണെങ്കിലും ഒരു സ്വർണ്ണത്തിൻ്റെ ഒരു വലിയൊരു സംഭവം ആ കുട്ടിക്ക് സമ്മാനമായിട്ട് കണ്ണൻ കൊടുക്കുന്നു. രാവിലെ പിറ്റേ ദിവസം വിഷുവാണ്. രാവിലെ ആൾക്കാർ നട തുറക്കാൻ വേണ്ടി വന്ന സമയത്ത് ഈ കുട്ടി പതുക്കെയാണ് പുറത്തേക്ക് ഇറങ്ങി പോകുന്നു. വാതിൽ തുറന്നു, കുട്ടിയാണ് പുറത്തേക്ക്. അപ്പോൾ എല്ലാവരും അന്തം വിട്ട് നോക്കുന്നു. ഈ കുട്ടി ഇങ്ങനെ ഇപ്പോൾ ഇതിനകത്ത് നിന്ന് ഇപ്പോൾ തുറന്നിട്ടല്ലേ ഉള്ളൂ എന്നൊക്കെ ആലോചിക്കുന്നു. പക്ഷെ അത്ര ശ്രദ്ധിച്ചില്ല. ഈ കുട്ടി ഇങ്ങനെ കയ്യിൽ ബലമായിട്ട് പിടിച്ചിട്ടുണ്ടെന്നോ സമയം. പെട്ടെന്ന് അകത്തുനിന്ന് തിരുമേനയുടെ ഒരു നിലവിളി, അയ്യോ ചതിച്ചല്ലോ ഭഗവാനെ എന്നുണ്ട്. നോക്കുമ്പോൾ കണ്ണൻ്റെ മാല കാണാനില്ല. വിഗ്രഹത്തിൽ ചാർത്തിയ മാല തലേദിവസം ഉണ്ടായിരുന്നു, ഇപ്പോൾ കാണാനില്ല. അപ്പോൾ കള്ളം കയറിയെന്നാണ് തിരുമേനയുടെ ഒരു തീരുമാനം. അപ്പോൾ അത് ഉറക്കെ വിളിച്ച് പറഞ്ഞ് നാട്ടുകാരിൽ ഓടി പറഞ്ഞു, ഒരു കുട്ടി ഇപ്പോൾ ഇവിടുന്ന് പോയി, ആ കുട്ടിയുടെ കയ്യിലെന്തോ, ഞാനെന്തോ കണ്ടു, തിളങ്ങണം എന്നൊരു സാധനം കണ്ടു എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ കഥ വന്നപ്പോഴേക്കും രാത്രി മുഴുവൻ അലഞ്ഞു തിരിഞ്ഞ് ഈ കുട്ടി അന്വേഷിച്ച് കരഞ്ഞ് നടന്ന അമ്മ അവിടെ എത്തിയിട്ടുണ്ട്. അവൻ അമ്മയെ കണ്ടത് അമ്മയെ കണ്ണൻ തന്നതാണെന്ന് കൊണ്ട് കാണിച്ചു കൊടുക്കും. അമ്മ കെട്ടിപ്പിടിച്ച് കരയുന്നു. പക്ഷെ അപ്പോഴേക്കും നാട്ടുകാരെല്ലാം ഓടിക്കൂടിയിട്ട് കള്ളനാണ്, നീ കള്ളിയാണ്, മക്കളെ കക്കാൻ വിട്ടിരിക്കുകയാണ്, അമ്പലത്തിനാണ് കക്കണം എന്നുള്ള സംഭവം. കുറേ പറഞ്ഞു നോക്കി, കുട്ടിയും പറഞ്ഞു നോക്കിയത് എനിക്ക് കണ്ണൻ തന്നതാണ്. പക്ഷേ ആരും പറഞ്ഞ് കേൾക്കാൻ തയ്യാറില്ല. അവസാനം അമ്മ സഹിക്കാതെ ആ ധാർമ്മിക ബോധത്തിൽ പറഞ്ഞു, എനിക്ക് ഒരാളുടെ സ്വത്തും വേണ്ട, ഒരാളുടെ മാത്രം വേണ്ട എന്ന് പറഞ്ഞ് ബലമായിട്ട് അത് പിടിച്ച് വാങ്ങിയിട്ട് ഒരൊറ്റ കയറി. അപ്പോൾ അവിടെ നിന്നിരുന്ന ഒരു മരത്തിൽ വീണതും ആ മരം മുഴുവൻ മാലകൾ കൊണ്ട് പൂത്തു എന്നാണ്. ഈ മാല എന്തായിരുന്നു അതേ രൂപത്തിൽ ആ മരം മുഴുവൻ അങ്ങോട്ട് പൂത്തു. ഒപ്പം ഒരു ഓടക്കുഴലിൻ്റെ വിളി കേട്ടു, ഒരാശരീരി ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് കേട്ടു. ആ കുഞ്ഞിനെ നിങ്ങൾ അനാവശ്യമായിട്ട് ചീത്ത പറഞ്ഞു, ഞാൻ കൊടുത്തു തന്നെയാണത്. ഇനി എനിക്ക് ഈ പൂവ് കാണാതെ ഒരു വിഷുവും കടന്നു പോവില്ല. വിഷു ദിവസം നിങ്ങളെല്ലാവരും, എന്നെ ഇഷ്ടമുള്ള എല്ലാവരും ഈ പൂവ് കണ്ടിരിക്കണം എന്നൊരാശരീരിയും വന്നു. അന്ന് മുതലാണ് കൊന്ന മരത്തിലെ, പൂക്കാത്ത മരത്തിലെ പൂത്ത കൊന്ന പൂവ് കണി കൊന്നയായി മാറുന്നത്. എന്തൊക്കെ കഥകളാണ്. അല്ല, ഇതൊക്കെ അശാസ്ത്രീയമാണ്. പിന്നെ അശരീരി ഉണ്ടാവൂ, ഓടക്കുഴൽ വിളി ഉണ്ടാവൂ, മാല ചെന്ന് വീണ മരം പൂക്കൂ, ഇതൊക്കെ തെറ്റാണ്. ഭാരതം മുഴുവൻ മണ്ടന്മാരുടെ രാജ്യമാണെന്ന് പറഞ്ഞ നിവൃത്തിയൊന്നുമില്ല. എനിക്കിതിലൊരു ഭംഗി കിട്ടിയിട്ടുണ്ട്, ഞാൻ അതിൻ്റെ കൂടെയാണ്.